കൊല ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിന്നുകൊണ്ടിരിക്കുന്നത്. എങ്ങോട്ടാണ് സമൂഹത്തിൻ്റെ പോക്കെന്ന് നമുക്കാർക്കും മനസ്സിലാകുന്നത്, പ്രത്യേകിച്ച് പോലീസിൽ. എത്ര നിയന്ത്രിച്ചാലും പൊതുജനത്തിൻ്റെ സഹകരണമില്ലാതെ നമുക്ക് ഈ കാര്യങ്ങളൊന്നും തടയിടാൻ പറ്റും. എല്ലാവർക്കും പേടിയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു വിവരം വിളിച്ചു പറയുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ നാട്ടിലെ അതിദാരുണ സംഭവം നടന്നിട്ട് മണിക്കൂറുകളോളം അവിടെ പ്രശ്നം നടക്കുന്ന സമയത്ത് അതിലെ ഇഷ്ടംപോലെ വാഹനങ്ങൾ പോകും. നടുറോഡിൽ കൂട്ടത്തല്ല് നടക്കും, ആരും വിളിച്ചു പറഞ്ഞു. അവസാനം ഒരു യുവാവ് അതിദാരുണമായി കൊല്ലപ്പെട്ടതിന് ശേഷമാണ് പോലീസ് സ്റ്റേഷൻ കയറുന്നത്. അതായത് പോലീസ് സ്റ്റേഷൻ 1.5 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ, അല്ലെങ്കിൽ 1 കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ. അപ്പോൾ എന്താണ് പ്രതിബദ്ധത, അല്ലെങ്കിൽ പൊതുജനത്തിനോടുള്ള അല്ലെങ്കിൽ സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം അന്ന് ശബരിമല സീസണാണ്, ഇഷ്ടംപോലെ വാഹനങ്ങൾ ഈ സംഭവം നടക്കുമ്പോൾ അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അല്ലാത്തതിനെല്ലാം 112 കെട്ടു വെക്കുന്ന ഒരു സാധ്യമായി പോലും, അല്ലെങ്കിൽ ആ വഴിയെ കടന്നുപോയ ഒരു മനുഷ്യജീവി പോലും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് പെരുന്നാട് പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഒരു ഫോണിലേക്ക് വിളിച്ചു വന്നു. അവസാനം ഒരു യുവാവ് അവിടെ വീഴേണ്ട സാഹചര്യം വന്നപ്പോഴാണ് അലർച്ചയായിട്ടോട് ഒരാൾ വിളിച്ചു പറയുന്നത് പോലീസ് അവിടെ. അതാണ് നമ്മൾ പറയുന്നത്. എന്താണ് പ്രതിബദ്ധത? ആർക്കും ആരോടും പ്രതിബദ്ധതയില്ല. അവരവരുടെ കാര്യങ്ങൾ മാത്രം നടത്തുന്ന സമയത്ത് എൻ്റെ കുഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ പേര്, അതൊക്കെ നമുക്ക് വേണം. നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മുടെ ഇന്നത്തെ തലമുറ, അതായത് വളർന്നു വരുന്ന തലമുറ നാളെ എന്നൊരു ചിന്തയില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. കാരണം വീട്ടിൽ വഴക്ക് പറയാൻ പറ്റത്തില്ല, സ്കൂളിൽ വഴക്ക് പറയാൻ പറ്റത്തില്ല, അത് പോലീസിനൊട്ടും പറ്റത്തില്ല. എല്ലാം അവരെ ബാധിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇടപെടാൻ പറ്റത്തില്ല. കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയാകാത്തവർ ചെയ്യുന്നതിനെക്കാട്ടും ക്രൂരമായ കുറ്റകൃത്യങ്ങളാണ് ചെയ്യുന്നത്. ദിവസവും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്നതാണ് സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിലുള്ള സംഘടന. എന്താണ് ഇതിന് പിന്നിലുള്ള പ്രവർത്തനം, അല്ലെങ്കിൽ ഇതിൻ്റെ ചാലകശക്തി എന്ന് പറഞ്ഞാൽ MDMA പോലുള്ള മാരകമായ മയക്കുമരുന്നാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു ദിവസം സ്കൂളിൽ പോയിട്ട് തിരികെ വരുമ്പോൾ മാതാപിതാക്കൾ അവരെ ചേർന്ന് നിർത്തിക്കൊണ്ട് ഒന്ന് ചോദിച്ചാൽ നല്ലതാണ്. മോനെ അല്ലെ മോളെ, എന്താണെന്ന് നിങ്ങളെ പഠിപ്പിച്ചത്, അല്ലെങ്കിൽ ഇന്ന് ആരൊക്കെയാണ് നിങ്ങളോട് സംസാരിച്ചത്, നിങ്ങൾ എന്താണെന്ന് കൂടുതൽ കഴിച്ചത്. അപ്പോൾ നമ്മളാരും അത് ചെയ്യുന്നില്ല. കാരണം ആർക്കും സമയമില്ലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മൊബൈല്. ഒരു വീട്ടിൽ നമുക്ക് ഒരാൾക്ക് തന്നെ 2 മൊബൈൽ ഇല്ലേ വീട്ടിൽ? ഒന്നുള്ളവരുണ്ട്, 2 ഉള്ളവരുണ്ട്. ഞങ്ങൾക്കൊക്കെ 2 ഉണ്ട്, അത് ഔദ്യോഗികം, അതുകൊണ്ട്. കാരണം കേരളത്തിലെ ജനസംഖ്യയെക്കാട്ടിലും കൂടുതൽ ഇപ്പോൾ മൊബൈലുകൾ ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ വെച്ച് പറയുന്നത്. കാരണം ഒന്ന് നമുക്കറിയാവുന്ന ഫോണുണ്ട്, ഒന്ന് അറിയാവുന്ന ഫോണുണ്ട്. ഇതെപ്പോഴാണ് പിടിക്കപ്പെടുന്നതെന്ന് അറിയുമ്പോൾ, എന്തെങ്കിലും കേസ് കെട്ട് വന്നു കഴിയുമ്പോൾ പോലീസ് കോൾ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. അതുവരെ ആരും അറിയത്തില്ല. പറഞ്ഞായിരിക്കും നമ്മുടെ രക്ഷകർത്താക്കൾ അറിയുന്നത്, എൻ്റെ മോൻ്റെ 2 ഫോണുണ്ടായിരുന്നു, അല്ലെങ്കിൽ മോളിൽ 2 ഫോണുണ്ടായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഫോണിനകത്ത് കയറി പഠിക്കാനും പറഞ്ഞു. പഠിക്കുകയല്ലത്. കൊറോണ വന്ന സമയത്ത് നമുക്ക് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് നമുക്കെല്ലാം മൊബൈൽ തന്നത്. പക്ഷേ അത് പിള്ളേർ